നായിക എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. അവര് കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നു, കണ്ണീർ കടൽ എല്ലാ കാര്യങ്ങളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു വിവാദമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പ്രതികരിച്ചവരാണ് എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹരീഷ് പേരടി, ധർമ്മജൻ പൊൽഗാട്ടി അവരൊക്കെ ആ മനുഷ്യരെ മുഴുവൻ അങ്ങ് വഴിയാധാരാക്കിക്കോട്ടെ, ഇനി എല്ലാവരും കഴിവുള്ളവർ വന്ന് സിനിമയിൽ അഭിനയിക്കട്ടെ, ബാക്കി സീരിയൽ അതൊന്നും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നീടാണ് പുള്ളി പറയുന്നത് ചില സീരിയലുകൾ മാത്രം എൻഡോസൾഫാനേക്കാൾ മാരകമാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നൊരു സ്ഥാനത്തിരുന്ന് അദ്ദേഹത്തിന് ആ വിമർശനം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്, റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. സീരിയലുകൾ എൻഡോസൾഫാനെ പോലെയാണെന്ന് നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ പറഞ്ഞൊരു പ്രസ്താവന വലിയ രീതിയിലുള്ള അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനും വെങ്കിയും ഇവിടെ ഉള്ളത്. അപ്പോൾ വെങ്കി പ്രേംകുമാറിൻ്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് ആ പ്രസ്താവനയെ പറ്റി തന്നെ ഒന്ന് ക്ലാരിറ്റിയിൽ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങണമെന്നുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രേംകുമാർ ശരിക്കും പറഞ്ഞത്? അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ സീരിയലുകളെയും ഉദ്ദേശിക്കുന്നില്ല എന്ന്. പിന്നീടാണ് പുള്ളി പറയുന്നത് ചില സീരിയലുകൾ മാത്രം എൻഡോസൾഫാനേക്കാൾ മാരകമാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നൊരു സ്ഥാനത്തിരുന്ന് അദ്ദേഹത്തിന് ആ വിമർശനം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്, റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അതെ, അതൊരു കടമ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ ഒരു വിവാദമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പ്രതികരിച്ചവരാണ് എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹരീഷ് പേരടി, ധർമ്മജൻ പൊൽഗാട്ടി അവരൊക്കെ സീരിയൽ ഇൻഡസ്ട്രി എന്നുള്ള ഒരുപാട് പേര് വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് വന്നിരുന്നു. സീരിയൽ ഇൻഡസ്ട്രി ആസ് എ ഹോൾ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഹരീഷ് പേരടിയും ധർമ്മജൻ പൊൽഗാട്ടിയും ഒക്കെ അത്രയും ഉയരത്തിലുള്ള അത്യാവശ്യം ഫേമസ് ആയ നടന്മാരാണ്, എല്ലാമാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇതിൻ്റെ ഒരു എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹരീഷ് പേരടി, ധർമ്മജൻ പൊൽഗാട്ടി എന്നുള്ള ഒരു പ്രസ്താവനകൾക്ക് പിന്നിൽ പ്രേംകുമാറിന്റെ രാഷ്ട്രീയം, ഇരുവരും പിന്തുടരുന്ന രാഷ്ട്രീയം ഒക്കെ അതിനകത്ത് വിഷയം വന്നിരിക്കും. അതൊക്കെ ഉണ്ട് കേട്ടോ, ശരിയാണ്. ഇപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇപ്പോൾ 2021-22 വർഷങ്ങളിൽ മികച്ച സീരിയലിന് അവാർഡ് ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു? നിലവാരം ഇല്ലായിരുന്നു എന്നുള്ളത്. നമ്മൾ ഈ സീരിയലുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളം സീരിയലുകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത്തരം വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് പ്രേംകുമാർ മാത്രമല്ല, നേരത്തെ ഒരുപാട് പേര് ഉന്നയിച്ചിട്ടുണ്ട്. അവരൊക്കെ വിമർശനം ഉന്നയിക്കുന്നതിന് ഒരു കഴിഞ്ഞ ഒരു 10-20 വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരേ കാരണമാണ്. എസ്പെഷ്യലി മലയാളം സീരിയലുകൾക്ക് എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അവർ കാണിക്കുന്ന ചില കുടുംബ ചിത്രങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയും ഈ വാത്സല്യം സിനിമയുടെ ഒക്കെ ഒരു പ്രശ്നം എന്തായിരുന്നു, അതിനകത്ത് ഭർത്താവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ട സമയമായി. അതിനകത്ത് സ്വന്തമായിട്ട് തീരുമാനങ്ങളുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിൻ്റെ വൈഫ്. പക്ഷേ നമ്മൾ അതിനെയൊക്കെ നമ്മൾ മാറ്റി പണിയുകയും പുതിയ രീതിയിൽ നിർവചിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ സീരിയലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നായിക എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. അവര് കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നു, കണ്ണീർ കടൽ എല്ലാ കാര്യങ്ങളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് ജീൻസ് ഇട്ട് കഴിയുന്ന ഇച്ചിരി മോഡേൺ ആയിട്ട് ചിന്തിക്കുന്നവർ എപ്പോഴും ഒരു ബാഡ് ലൈറ്റിലായിരിക്കും കാണിക്കുക. അവരായിരിക്കും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് വരിക. പിന്നെ ഈ പറയുന്ന പോലെ എന്തൊക്കെയായിരിക്കും വെങ്കി ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു സ്ഥിരം ഫോർമുലകൾ സീരിയലിൽ? അതായത് മെയിനായിട്ട് പന്ന പറഞ്ഞൊരു കാര്യം തന്നെയാണ്, എന്താണ് ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട്. ഞാൻ ആദ്യം ഔട്ട്കം എന്ന വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ ഇമ്പാക്റ്റ് എന്നതാണ് കുറച്ചുകൂടി അനുയോജ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അന്ന പറയുന്നത് പോലെ സീരിയലുകളുടെ ഒരു കണ്ടന്റ്, ഈ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇപ്പം അന്ന പറയുന്ന പോലെ റേസിസ്റ്റ് ആയൊരു കണ്ടന്റ് ഉണ്ടായിരിക്കും, ഇടയ്ക്കൊക്കെ വളരെ സെക്സിസ്റ്റ് ആയ രീതിയിലായിരിക്കും. മറിച്ച് അതിനെല്ലാം അപ്പുറം ഇപ്പോൾ അമ്മായിയമ്മ പോര്, കുടുംബപ്പോര്, അതിലല്ലാതെ ഈഗോ, അങ്ങനെ എന്തൊക്കെയാണ് ഒരു മനുഷ്യനെ ഏറ്റവും താഴ്ത്തി കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് ഇവർ എപ്പിസോഡ് കണക്കെ വർഷങ്ങളോളം ഒരു സീരിയലുകളിൽ നീട്ടി കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആയിരിക്കുന്നത്, ഇത് ഏത് ഏജ് ഗ്രൂപ്പാണ് ഈ സീരിയലുകൾ കാണുന്നത് എന്നാണ്. പണ്ടൊക്കെ ചെറിയ കുട്ടികളടക്കം, ഒരു 8-10 വയസ്സുള്ള കുട്ടികളടക്കം വീട്ടിലൊരു കുടുംബത്തോടൊപ്പം ഒന്നിച്ചിരുന്ന് ഈ സീരിയലുകൾ കാണും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി, ഇപ്പോൾ OTT മറ്റു കാര്യങ്ങളിലൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൺസർവേറ്റീവായ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്തരം കൺസർവേറ്റിസം ഒളിച്ചു കടത്തുന്ന ഈ സീരിയലുകൾ കാണുന്നത്. ഇപ്പോൾ കുറച്ച് ഓൾഡ് ഏജ് ഗ്രൂപ്പായവർ, ഒരു 60s ശേഷമുള്ള ആളുകൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അവരുടെ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ലൈഫ് എൻഡ് ചെയ്ത് വളരെ സമാധാനപരമായിട്ടൊരു ലളിത ജീവിതം നയിക്കുന്നവരായിരിക്കും. അവരൊക്കെ അവരൊരു കയ്യിൽ വാട്സാപ്പുള്ളവരായിരിക്കും, എല്ലായിരിക്കും. ഇവരാണ്, ഞാൻ ഒരു ഹൈപ്പോത്തസിസ് എന്ന രീതിയിൽ പറയുന്നതാണ്, യോജിക്കാം.
അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇവരൊക്കെ ഒരു പരിധി വരെ വളരെ കൺസർവേറ്റീവായ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവരും കൂടിയാണ് ഈ സീരിയലുകളെല്ലാം കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സീരിയലുകളിൽ കാണുന്നത് ആരാണ് എന്നുള്ളതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആ കാണുന്നവരെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനും അങ്ങനത്തെ കഴിയില്ല. കാരണം ഇതിൽ ചോയ്സിന്റെ വിഷയം വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ പലപ്പോഴും പറയുന്നത് ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു, ഇപ്പം സിനിമയുടെ കാര്യത്തിൽ പലതരം ടേസ്റ്റുകളാണ്. ഇപ്പൊ ആളുകൾ ഒന്നിച്ചിരുന്നിട്ട് സീരിയൽ കാണുന്നതിന്റെ ഒരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓൾഡർ കപ്പിൾ അവർ ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു സ്പേസ് ഒക്കെ ആയിട്ട് ഇത് മാറുന്നുണ്ട്. അത്തരം സാധ്യതകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഈ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വരുന്ന ഈ സീരിയൽ വിമർശനം വരുന്ന സമയത്ത് ഇത് എപ്പോഴും ഒരു ചേരി തിരിഞ്ഞിട്ടുള്ളതാണ്. സീരിയലിനെ പിന്തുണയ്ക്കുന്നവർ, സീരിയലിനെ പ്രതികൂലിക്കുന്നവർ, അതിനോട് ഒട്ടും യോജിപ്പില്ലാത്തവർ. അപ്പം നിരോധനം എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ പലപ്പോഴും ഈ ചർച്ചകളെ കൊണ്ടുപോകാറുണ്ട്, വിമർശനത്തിൽ നിന്ന് ഒറ്റയടിക്ക് നിരോധനത്തിലേക്ക്. പക്ഷെ അതൊരു പരിഹാരമായിട്ടും നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സീരിയലിന്റെ വിഷയത്തിൽ ആ ഒരു കണ്ടന്റിൽ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ അത് ഇൻഡസ്ട്രിയുടെ അകത്ത് നിന്ന്, സീരിയൽ ഇൻഡസ്ട്രി തന്നെ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്, ഓഡിയൻസും ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളം സ്മോൾ സ്ക്രീൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പം നമ്മൾ കാണുന്ന ഈ സീരിയലുകൾ മാത്രമല്ല, അതിന് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. കാരണം പണ്ട് ടെലിഫിലിംസ് ഒക്കെ വന്നിരുന്ന, അല്ലെങ്കിൽ ഒരു 50 എപ്പിസോഡ് 100 എപ്പിസോഡ് വരെയുള്ള പല കാര്യങ്ങളും വന്നു. പരനാഴിക നേരം പോലത്തെ അത്തരം എന്താ പറയുക, പണ്ടത്തെ അതേ കഥകൾ എടുത്ത് വരണം എന്നല്ല പറയുന്നത്. പക്ഷെ അന്ന് നല്ല നല്ല സാഹിത്യ സൃഷ്ടികൾ, ഇങ്ങനെ ചെറിയ ചെറിയ സീരീസുകൾ, അതായിരുന്നു അന്നത്തെ ഒരു ടെലിഫിലിം സീരിയലുകളുടെ തുടക്കം. പിന്നീടാണ് ഈ ഒരുപാട് എന്റർടൈൻമെന്റ് ചാനൽസ് വരെയും അവർക്ക് ഈ 6 to 10 വരെ എന്നുള്ള പറയുന്ന ഒരു നല്ലൊരു ആ ഒരു ടൈം കറക്റ്റായിട്ട് ഫാമിലീസിനെ പക്ക TRP റേറ്റ് കിട്ടാൻ എന്നൊരു സമയം കിട്ടുമ്പം അങ്ങോട്ട് ഇത് പ്ലേസ് ചെയ്യായിരുന്നു. അപ്പം അതിനകത്ത് ഹിന്ദി സീരിയൽസിന്റെ സ്വാധീനമുണ്ട്. ഇപ്പൊ കളേഴ്സ്, സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള ഹിന്ദി സീരിയൽസുകൾ അവർ ചെലുത്തിയ സ്വാധീനം എല്ലാം ഉണ്ട്. പിന്നെ അതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പാണ് പ്രധാനമായിട്ടും ഇപ്പോഴും സീരിയലിന്റെ ആസ്വാദകരുള്ളത്. അതൊരു ഗ്രോയിങ് ഗ്രൂപ്പ് അല്ല. ആ ഗ്രൂപ്പിന്റെ ഒരു കാലാവധി, ഏജ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് സമയം കൂടി ആണ് അവർ ആ സീരിയലിന് പ്രേക്ഷകരായിട്ട് ഒരുപക്ഷെ ഉണ്ടായിരിക്കുക. വരുന്ന ജനറേഷൻ എന്താണെങ്കിൽ ഇപ്പം OTT-യിലേക്ക് പോകുന്നു, അവരവിടുത്തെ സീരീസുകൾ കാണുന്നു. ഇപ്പം നമ്മൾ തന്നെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ശരിക്കും സീരിയലും സീരീസും തമ്മിൽ അത്രയും സാമ്യമുണ്ട്. പക്ഷെ നമ്മൾ സീരിയൽ എന്നുള്ളത് ഈ ടെലിവിഷനിൽ വരുന്ന മെഗാ പരമ്പരകളെയും, സീരീസ് എന്നുള്ളത് OTT-യിൽ വരുന്ന സംഭവങ്ങളെയാണ്. ഇന്ന് സീരീസിന്റെ ആണ് പുതിയ തലമുറ, സീരിയലുകളുടെ ആണ് പഴയ തലമുറ. അങ്ങനെ ഒരു വ്യത്യാസം കൂടെ വരുന്നുണ്ട്. ഇതന്നെയാണ് ഈ സോഷ്യൽ ഔട്ട്കമ്മിലും വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത്, എന്താണ് ഈ സോഷ്യൽ ഔട്ട്കം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെ നിന്നാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് എന്ന് കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ എന്നെ പറഞ്ഞതുപോലെ ഒരു യങ്ങർ ജനറേഷൻ വേറെ രീതിയിലേക്ക് പോകുന്നു. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഉറപ്പായിട്ടും അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ന്യൂ മീഡിയ എമർജൻസിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി സാധ്യതകൾ വരുമ്പോൾ ഒരു ന്യൂ ജനറേഷൻ അങ്ങോട്ട് പോകുന്നു. പക്ഷേ പണ്ട് സീരിയലുകൾ കണ്ടിരുന്ന ഒരു ഏജ് ഗ്രൂപ്പ് വീണ്ടും അതേ സീരിയലുകളിൽ തന്നെ അതേപോലെ തുടരുന്നു. അവർക്ക് കാര്യമായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല. മാത്രമല്ല അവരിലൂടെ എന്ത് ചെയ്യുന്നു, ഈ സീരിയലുകൾ പുറന്തള്ളുന്ന ഒരു തരത്തിലുള്ള ഒരു കൺസർവേറ്റീവ് ഐഡിയാസ് എന്ത് ചെയ്യുന്നു, അവരിലൂടെയും കൂടി പുറന്തള്ളപ്പെടുന്നു. നമ്മുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പുകളിലായാലും എന്ത് തന്നെയായാലും, ഇപ്പോൾ സീരിയലുകൾ കൈകാര്യം ചെയ്യുന്ന പല തല്ലുകളും അടികളും അതൊക്കെ ഒരു പക്ഷേ എന്തായിരിക്കും, ഒരു സ്ട്രോങ് ഫാമിലി റിലേഷൻഷിപ്പിലും പുറത്തും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇൻസ്പയർഡ് ആവുകയാണ്. നമ്മളൊരു കുടുംബ ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് മറ്റെല്ലാ കുടുംബങ്ങളെയും കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യപ്പെടും, ഒരു ഇൻസ്പയർ ആകപ്പെടും. തീർച്ചയായും ഈ സീരിയലുകളും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ഫാമിലീസും ചില ബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടുമല്ലോ. ഒരു നല്ല സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കുടുംബം മാത്രം നോക്കുന്ന, കുടുംബത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്യുന്ന, എല്ലാം സമർപ്പിക്കുന്ന ഒരു നല്ല സ്ത്രീ, കുടുംബത്തിന്റെ നിലവിളക്ക്. പക്ഷെ അപ്പുറത്തുള്ളത് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനമോ മറ്റോ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു പൊട്ട സ്ത്രീ. അപ്പം സ്ത്രീകൾ മാത്രം സംബന്ധിച്ചുള്ള എല്ലാത്തിനെയും സംബന്ധിച്ചിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ബിംബം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതല്ലാതെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യർ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം അതുണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവിടെ ഒരു തരം ഒരു സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഇതിന്റെ സൊല്യൂഷനെ പറ്റി ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിയിരുന്നു, അതിലേക്ക് തന്നെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. ഈ ഒരു സൊല്യൂഷന്റെ കാര്യത്തിൽ നിരോധനമല്ല, പിന്നെ ഇത് ഈ ഒരു ഇൻഡസ്ട്രി മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് പേർക്ക് അവരുടെ ഒരു വരുമാന മാർഗമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അവിടെ പ്രേംകുമാർ തന്നെ, അപ്പം ആ മനുഷ്യരെ മുഴുവൻ സീരിയലിൽ അഭിനയിക്കുന്നവർ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് തഴയാൻ പറ്റില്ല. എന്തൊക്കെയായാലും അവർ ജനമനസ്സുകളിൽ അത്രയും
ജനങ്ങളിലെ പ്രിയപ്പെട്ടവരാണ്, അവർ ആ രീതിയിൽ സ്ഥാനം നേടിയെടുത്തവരാണ്, പിന്നെ അവരൊരു തൊഴിലാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ആസ്പെക്ട് ഉണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ സീരിയൽ സെറ്റുകൾ എന്നൊക്കെ പറയുന്നത് രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ നീളുന്ന വലിയ ഷെഡ്യൂളുകൾ ഒരേ ദിവസം ചെയ്യുന്ന ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സെറ്റും കൂടിയാണ്. അപ്പൊ ആ മനുഷ്യരെ മുഴുവൻ അങ്ങ് വഴിയാധാരാക്കിക്കോട്ടെ, ഇനി എല്ലാവരും കഴിവുള്ളവർ വന്ന് സിനിമയിൽ അഭിനയിക്കട്ടെ, ബാക്കി സീരിയൽ, അതൊന്നും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ക്രിയേറ്റീവ്ലി അവിടെ ഒരു മാറ്റം വരണം, അതിന് ആ ഇൻഡസ്ട്രി തയ്യാറാവണം, ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യണം. അതെനിക്ക് തോന്നുന്നു അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നു. കാരണം പുതിയ കാലത്ത് ഓഡിയൻസ് ആരും ഈ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ സീരിയൽസ് കാണുന്നവരുടെ എണ്ണം, കാണുന്നവരുണ്ടാവില്ല എന്നല്ല പറയുന്നത്, പക്ഷെ കാണുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കാനാണ് സാധ്യത. സിനിമയിൽ നടക്കുന്ന പോലത്തെ ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം സീരിയൽ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൾക്കാർ കണ്ടുപോകുന്നു, ഇത് ഉൾക്കൊള്ളുന്നു, പക്ഷെ നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് ആൾക്കാർ തിരിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ സിനിമയിൽ അങ്ങനെയുണ്ട്, അത് ഓഡിയൻസിന്റെ ഒരു വ്യത്യാസം കൂടിയാണ് കേട്ടോ തന്നെ. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സിനിമ ആരൊക്കെ കാണുന്നു, സീരിയലുകൾ ആരൊക്കെ കാണുന്നു എന്നുള്ള ഓഡിയൻസിന് ഒരു വ്യത്യാസം മാത്രമാണത്. അപ്പോൾ ഒരു നിരോധനം ഒരു സൊല്യൂഷനേ അല്ല. കാരണം അങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ ഈ സീരിയലുകൾ സിനിമയിലേക്കുള്ള ഒരു ഡോർ സ്റ്റെപ്പ് ആയിട്ട് കാണുന്ന ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നിരോധനം ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല. പക്ഷെ അന്ന പറഞ്ഞതുപോലെ ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം, എങ്ങനെ ആ ബൗണ്ടറികൾ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം, അത്തരം ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം വേണം. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു സീരിയൽ മഹാമഹത്തെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതേക്കുറിച്ചിട്ട് സീരിയലുകളെ പറ്റിയിട്ട് ഈ ചർച്ചയിൽ നിന്ന് പറയാതെ പോയിട്ടുള്ള പോയിന്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റുകളിൽ പറയണം. താങ്ക് യു.